പ്രിയദർശിനി ബസ്സുകൾ തകർത്തു. വി.ഡി. സതീശൻ സർക്കാർ 100 ദിവസം തികഞ്ഞിരിക്കുകയാണ്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ഏറ്റവും പ്രസ്റ്റീജായിട്ടുള്ള ഒരു വാഗ്ദാനമായിരുന്നു പ്രിയദർശിനി ബസ്സുകൾ. അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന KSRTC ബസ്സുകൾ. ഇത് UDFന്റെ ഏറ്റവും ഗ്ലാമർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്താൻ പറ്റിയില്ല. മറിച്ച് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തിക്കൊണ്ട് വി.ഡി. സതീശൻ സർക്കാർ വാക്കുപാലിച്ചു. ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം. ആദ്യമായിട്ടാണ് പ്രിയദർശിനി ബസ്സുകൾക്ക് എതിരായി ഒരു കായികമായ നിലയിൽ അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു ആക്രമണം നടത്തും. പലയിടത്തും റാന്നിയിലടക്കം പ്രിയദർശിനി ബസ്സുകൾ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ബസ്സുകൾ ആക്രമിച്ച് തകർക്കുന്ന 2 സംഭവങ്ങൾ തിരുവനന്തപുരത്തുണ്ടായിരിക്കുകയാണ്. ഒന്ന്, വെഞ്ഞാറമ്മൂട് ഡിപ്പോയിൽ പാർക്ക് ചെയ്യുന്ന ബസ്സിന് നേരെ ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തിൽ ബസ്സിന്റെ ചില്ലുകൾ തകർന്നു. സമാനമായ രീതിയിൽ കിളിമാനൂരിലും പ്രിയദർശിനി ബസ്സിന് നേരെ ആക്രമണമുണ്ടായി. അവിടെയും സമാനമായ നിലയിൽ തന്നെയാണ് ബസ്സിന്റെ ചില്ലുകളാണ് അക്രമികൾ തകർത്തത്. ഇതുമായി ബന്ധപ്പെട്ട് പാങ്ങോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിശദമായി തന്നെ അന്വേഷണം നടക്കുകയാണ്. അതിൽ കണ്ടെത്തിയ ഒരു വിവരം, ഈ 2 സ്ഥലത്തും ആക്രമണം നടത്തിയത് ബൈക്കിൽ വന്ന 2 പേരാണ്. പക്ഷെ ഇവരുടെ വ്യക്തമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അത് ലഭിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു വരികയാണ്. ആ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രിയദർശിനി ബസ്സുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് എന്താണ്, ഈ ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നുള്ള കാര്യവും അതേപോലെ ആക്രമികൾ ആരാണ് എന്നുള്ള കാര്യവും പോലീസിന് ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. പ്രതികളെ കിട്ടിയെങ്കിൽ മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത വരുന്നത്. എന്താണ് ഇവരുടെ പ്രകോപനം, എന്താണ് ഇവർക്ക് ഈ ഒരു ആക്രമണത്തിന് പ്രചോദനമായത്, എന്താണ് പ്രകോപനമായത് എന്നതിനെ സംബന്ധിച്ചുള്ള ഉത്തരം ഈ പ്രതികളെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുള്ളൂ, പോലീസിനും പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇവരെ ഏതായാലും പോലീസ് ഏകദേശം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബൈക്കിലെത്തി 2 പേരാണ് ഈ 2 സ്ഥലങ്ങളിലെയും ആക്രമണം നടത്തിയത്. അതിലെ ഒരു ബസ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ബസ്സാണ്. ഒന്നാലോചിച്ച് നോക്കുക, രോഗികളാണ് അതിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തു വരുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബസ്സാണ്. മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ഒരു ബസ്സാണ് ആക്രമിക്കപ്പെട്ടത്. മറ്റൊന്ന് തിരുവനന്തപുരം സിറ്റിയിലേക്ക് വരുന്ന ബസ്സാണ്. അങ്ങനെ 2 ബസ്സുകളാണ് ഇവിടെ ആക്രമിക്കപ്പെട്ടത്. ചില്ലുകൾ തകർക്കുകയായിരുന്നു ആക്രമികൾ ചെയ്തത്. മറ്റ് രീതിയിലുള്ള അതിക്രമങ്ങളൊന്നും, അതായത് ബസ്സിനകത്ത് കയറി സീറ്റുകൾ തകർക്കുക, അത്തരം അതിക്രമങ്ങളൊന്നും നടന്നിട്ടില്ല. 2ഇടത്തും ബസ്സുകളുടെ ചില്ലുകൾ മാത്രമാണ് തകർത്തിട്ടുള്ളത്. അവരെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം പ്രിയദർശിനി ബസ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് സ്ത്രീകൾ നിശ്ചിത തുക മുടക്കിയായിരുന്നല്ലോ KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്നത് പ്രിയദർശിനി സർവീസിന് മുൻപ്. അപ്പോൾ ഈ പ്രിയദർശിനി സർവീസുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഇപ്പോൾ പണം മുടക്കേണ്ടതില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു സമവാക്യം ഇതാണ്: സ്ത്രീകൾ ഈ പറയുന്ന പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവർ നേരത്തെ മുടക്കിയിരുന്ന ആ പണമുണ്ടല്ലോ, ആ പണം കൃത്യമായി തന്നെ KSFE ചിട്ടിയിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ള ഒരു ഐഡിയയാണ്, ഒരു ആശയമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ മിച്ചം പിടിക്കുന്ന പണം വേറെ ഏതെങ്കിലും കാര്യത്തിന് മുടക്കി കഴിഞ്ഞാൽ അത് അവർക്കൊരു സമ്പാദ്യമായി മാറില്ല. മറിച്ച് KSFEയിലേക്ക് ഈ തുക മാസാമാസം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ, ഒരു ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയദർശിനി ബസ്സിൽ നിന്ന് ലാഭം പിടിക്കുന്ന തുക മറ്റ് ചിലവുകളിലേക്ക് വഴിതിരിച്ചു വിടാതെ KSFEയിലെ ഒരു ചിട്ടിയിൽ ഒരു ചെറിയ ചിട്ടി ചേരുക, അതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. നല്ല നിർദ്ദേശമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് സ്വയം പര്യാപ്തമാകാൻ, പ്രത്യേകിച്ചും സാമ്പത്തികമായി താഴേക്ക് ഇടയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് അതൊരു വലിയ ആശ്വാസമാണ്. അതൊരു വലിയൊരു സൊല്യൂഷനാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കാരണം ഒരു ചെറിയ ചിട്ടി ചേരുക എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച്, താഴേക്കിടയിലുള്ള ചെറിയ ജോലികൾ ചെയ്തു വരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഒരു വലിയ ഒരു ആശ്വാസമാണ്. ഈ തുക മറ്റ് രീതിയിലേക്ക് ചെലവഴിക്കാതെ KSFEയുടെ ചെറിയ ചിട്ടി
എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവർക്കതൊരു നിക്ഷേപമായി, അവർക്കതൊരു വരുമാനം ആയി, അല്ലെങ്കിൽ അവർക്കൊരു തുക കൃത്യമായി തന്നെ ലഭിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ഫോർമുല. ഏതായാലും ഈ ബസ്സുകൾ തകർത്തതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ഈ ഒരു വാദഗതിയെ നമുക്ക് സ്വാഗതാർഹമായി തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം സ്ത്രീകൾക്ക് അതൊരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കുന്നതാണ്. ഈ പ്രിയദർശിനി ബസ്സിൽ നിന്ന് മിച്ചം പിടിക്കുന്ന സമ്പാദ്യം KSFE ചിട്ടിയിലേക്ക് നിക്ഷേപിച്ചാൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.